ഇന്ന് നമ്മൾ Canon G2010 ഇങ്ക് ടാങ്ക് പ്രിൻ്ററിൻ്റെ ഹെഡ് റീപ്ലേസ്മെൻറ്റ് എങ്ങനെയാണെന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതിനാദ്യം ഇത് പവർ ഓഫ് ചെയ്യുക. അതിനുശേഷം ഹെഡ് റിമൂവ് ചെയ്യാനായിട്ട് അതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുക. അതുപോലെ സ്റ്റാൻഡ് വെച്ചതിന് ശേഷം രണ്ട് ടാങ്കുകളുടെയും ബ്ലാക്ക് ടാങ്കിൻ്റെയും കളർ ടാങ്കുകളുടെയും പിന്നെ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. എന്നാലാണത് എയർ വലിക്കാതിരിക്കുള്ളൂ, ഇങ്ക് സ്റ്റോപ്പായി നിൽക്കുള്ളൂ. അതുപോലെ തന്നെ അതിന് ശേഷം അത് പുള്ള് ചെയ്യുമ്പോൾ ഹെഡ് വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ലോക്ക്ഡ് ആയിരിക്കും. അപ്പോൾ വൈറ്റ് കളറുള്ള നോബ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്ക് റിമൂവ് ആവുന്നതാണ്. അതിന് ശേഷം നമുക്ക് ഹെഡ് ഇതുപോലെ റിമൂവ് ചെയ്യാവുന്നതാണ്. അതിനടിയിൽ ചെറിയൊരു പ്രസ് ചെയ്യേണ്ട ഒരു ബട്ടൺ ഉണ്ട്, അത് വെച്ച് ഇതുപോലെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കളർ ഹെഡും റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബ്ലാക്ക് ഹെഡ്. നമ്മുടെ ഇതിന് കംപ്ലൈൻറ്റ് കാണിക്കുന്നത് ബ്ലാക്ക് ഹെഡിനായതുകൊണ്ട് ഞാനിവിടെ ബ്ലാക്ക് ഹെഡ് മാത്രമേ മാറ്റുന്നുള്ളൂ. കളർ ഹെഡ് കംപ്ലൈൻറ്റ് ആണെങ്കിൽ കളർ ഹെഡ് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ബ്ലാക്ക് ഹെഡിൻ്റെ വരുന്നത് BH7 ബ്ലാക്ക് എന്നാണ്, മറ്റേതാണെങ്കിൽ CH7 ആണ് കളറിൻ്റെ വരുന്നത്. നമുക്കിവിടെ ബ്ലാക്ക് മാത്രം ഉള്ളതുകൊണ്ട് ബ്ലാക്ക് മാറുന്നു. ഇത് G2000 സീരീസിൽ വരുന്നതും G1000 സീരീസിൽ വരുന്നതും അതുപോലെ G3000 അതുപോലെ 4000 സീരീസിലെല്ലാം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിത് HP ജെനുവിൻ ബോക്സ് അവൈലബിൾ ആണ്, ഹെഡ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കോമ്പാറ്റബിൾ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ ജെനുവിൻ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്കിത് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരുന്നത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതിൽ ആണ് നമ്മുടെ ഹെഡ് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാർട്രിഡ്ജ് വരുന്നത്. അത് ഇതുപോലെ തന്നെ പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം അതിൽ രണ്ട് സ്റ്റിക്കറുകളുണ്ട്, ഒന്ന് ഹെഡ് കവർ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഒരു സ്റ്റിക്കറുണ്ട്. ഇത് രണ്ടും റിമൂവ് ചെയ്യേണ്ടതാണ്. ഇത് രണ്ടും റിമൂവ് ചെയ്ത് സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. അതിൻ്റെ ഹെഡിൻ്റെ ഫിലമെൻറ്റിലൊന്നും തൊടാതെ തന്നെ ഇതുപോലെ ബ്ലാക്ക് ഹെഡിൻ്റെ സോക്കറ്റിലേക്ക് ഇത് വയ്ക്കുക. അതിനുശേഷം അത് പ്രസ് ചെയ്ത് അടയ്ക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ചെറിയ രണ്ട് നോബ് ഉണ്ടാവും, കളറിൻ്റെയും ബ്ലാക്കിൻ്റെയും. അത് ക്ലോസ് ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ടാങ്കുകളുടെ മേലുള്ള ക്യാപ്പ് അടയ്ക്കുക. അതിനുശേഷം പ്രിൻ്റർ ക്ലോസ് ചെയ്യുക, ലിഡ് അടയ്ക്കുക. പ്രിൻ്റർ ഓണാക്കുക, പവർ ബട്ടൺ ഓണാക്കുക. പവർ ബട്ടൺ ഓണാക്കുമ്പോൾ അതൊന്ന് സ്റ്റഡി ആവാൻ ഇത്തിരി സമയമെടുക്കും. അതിനുശേഷം നമ്പർ 1 കാണിക്കുമ്പോൾ സ്റ്റഡി ആയെന്ന് മനസ്സിലാക്കാം. ശേഷം നമുക്ക് നോസിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം. നോസിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നത് ടൂൾ ബട്ടൺ അമർത്തിയതിന് ശേഷം ബ്ലാക്ക് ഫോട്ടോ കോപ്പി എടുക്കുന്ന ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ നോസിലിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതാണ്. ഈ പ്രൊസീജിയറിന് ഒരു 3 to 4 മിനിറ്റ് വരെയൊക്കെ സമയമെടുക്കും. കാരണം നമ്മൾ പുതിയ ഹെഡിലേക്ക് ഇങ്ക് ഇറങ്ങേണ്ടതുണ്ട്. ടാങ്കിൽ നിന്ന് ട്യൂബ് വഴി ഹെഡിലേക്ക് മഷി പൂർണ്ണമായി ഇറങ്ങേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ലാഗ് എടുക്കുന്നതാണ്. ഞാനത് വീഡിയോ കുറച്ച് സ്പീഡാക്കിയത് കൊണ്ട് അത് കുറച്ചും കൂടി വേഗത്തിൽ പ്രിൻ്റ് ഔട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിൻ്റെ നോസിൽ പ്രിൻ്റ് ഔട്ട് കിട്ടും, കളറും ബ്ലാക്കും കൂടിയുള്ളത്. ഓക്കെ, താങ്ക് യു.